only continue to grow each day. Their relationship reminds me of Naomi and Ruth. Not only did Amachi and Shilamami have a mother-daughter relationship, but they've had an even greater friendship. Their relationship has showed our family the value and results of loyalty, unconditional love, and self-sacrifice. No matter what happened in their everyday lives, they always had each other. Amachi's love, warm nature, and faith is something that I know Shilamami will always carry with her. After saying goodbye to Amachi one last time at the hospital on Saturday night, I remember walking out of the CCU with Benny Uncle. The only thought that brought me comfort was knowing that she was with Christ. I remember telling Uncle she can finally see her mom again and be reunited with Robbie Apichin. He waited for her for 49 years. Knowing that she was finally at peace brought me a sense of comfort. Amachi, I know that your journey here on earth was filled with highs, but you've shown us how to deal with life with grace, faith, hope, trust, and confidence. You've shown us that no matter what we face, good or bad, we should give it to the Lord in prayer. To me and to our family, you are the definition of a true disciple of the Lord. Amachi, we're heartbroken that you're no longer here with us, but we're at peace knowing that you're at peace. We find comfort the Judge will award me on that day, and not only to me, but also to all who have longed for his appearing. Amachi, we love you, and you'll forever be in our hearts. Now I would call upon the Judge Secretary of CSI Sequoia Church, Mr. Thomas J. Pineman. Idavagari President Robin Matthew, CSI Jubilee, Idavagari Robin Sajid Subujika Bachan, Mrs. Mary Itticheria Makalaya, Mrs. Betsy and Benny and family, Ibrahim Mada Bendukul Mitramalmaya Kadana Priya Sahodrangal. CSI Seaford ഇടവകയ്ക്ക് ഒരു മാതാവിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. ഈ ഇടവകയിൽ കഴിഞ്ഞ 27 വർഷമായിട്ട് വളരെ താല്പര്യത്തോടെ വരികയും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ റിട്രീറ്റിനാണെങ്കിലും മറ്റ് പല പരിപാടികൾക്കും കേക്ക് മുതൽ മറ്റ് പലഹാരങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു അമ്മയെ പോലെ ഞങ്ങളെല്ലാം കരുതിയിരുന്ന ഈ പ്രിയ മാതാവ് ഇന്ന് നമ്മെ വിട്ട് കടന്നു പോയിരിക്കുകയാണ്. എപ്പോൾ വീട്ടിൽ ചെന്നാലും ഷീലയോടൊപ്പം ഞങ്ങളെ സൽക്കരിക്കുകയും അമ്മയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പുഞ്ചിരി മാത്രമേ ആ മുഖത്ത് കാണുകയുള്ളൂ. വളരെ മിതമായ സ്ഥലത്ത് സംസാരിക്കും. ഒരിക്കലും അതിന് ആ വികാരത്തിന് ഒരു ചേഞ്ച് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എപ്പോഴും സെയിം ആറ്റിറ്റ്യൂഡായിരുന്നു ജീവിതത്തിൽ. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ബെന്നിക്കും ഒരു പരിധി കിട്ടിയിരിക്കുന്നത് തോന്നുന്നു. ഇങ്ങനൊരു പറച്ചിലുണ്ട്, there is only one happiness, real happiness in life, to love and to be loved. ഈ മാതാവിൻ്റെ ജീവിതത്തിൽ അത് തികച്ചും അനർത്ഥമായി ഞാൻ സംശയലേശം പിന്നെ പറയും. സിംഗപ്പൂരിൽ ജനനം, അക്കാലത്തെ ഏറ്റവും നല്ല സ്കൂളായ നിക്കോൾസണിൽ പഠനം, 1956 വിവാഹം, എല്ലാം ഭംഗിയായ ജീവിതത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ജീവിതത്തെ സംബന്ധിക്കുന്നത് എപ്പോഴാണ് ഒരു പ്രതികൂലം അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റ് ജീവിതത്തിൽ ആഞ്ഞിരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കുകയില്ല.
1970 14 വർഷം താമസിച്ചതിന് ശേഷം തൻ്റെ പ്രിയ ഭർത്താവ് ഈ ലോകത്ത് നിന്ന് കടന്നു പോയപ്പോൾ ബെക്സിയും ബെന്നിയും 2 മക്കളെ മാത്രം, അവർ വിദ്യാഭ്യാസം പോലും കഴിയാത്ത 2 മക്കളെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് തൻ്റെ ഭർത്താവ് കടന്നുപോയത്. എന്നാൽ കേരളത്തിലെ സാഹചര്യത്തിൽ വേണമെങ്കിൽ ആ കുടുംബജീവിതം തകർന്നു പോകുന്നൊരവസ്ഥയാണ്, മക്കൾ വഴിതെറ്റി പോകുന്ന അവസ്ഥയായിരുന്നത്. എന്നാൽ മക്കളെ യഥാർത്ഥ രീതിയിൽ ദൈവഭയത്തെ വളർത്തിക്കൊണ്ട് വരുന്നതിനും നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനും നല്ലൊരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിനും ഒടുവിൽ ഈ സമ്പന്നമായ രാജ്യത്ത് അവർക്ക് കുടുംബ ജീവിതം നയിക്കുന്നത് കാണുന്നതിന് പ്രിയ മാതാവിന് സാധിച്ചത് വളരെ ഒരു സന്തോഷകരമായ അവസ്ഥയാണ്. അവർക്ക് പകർന്നു കൊടുത്ത ആ സ്നേഹം തൻ്റെ വാർദ്ധക്യ കാലത്ത് അവരും തിരിച്ചനുഭവിക്കാൻ പ്രിയ മാതാവിന് സാധിച്ചു. ആദ്യം മകളോടൊപ്പം താമസിക്കുന്നതിനും 92 മുതൽ കഴിഞ്ഞ 27 വർഷമായിട്ട് ന്യൂയോർക്ക് സ്വന്തം മകനോടൊപ്പം താമസിക്കുന്നതിനും തൻ്റെ കണ്ണടയുമ്പോഴും ആ മകൻ്റെ ശുശ്രൂഷ, ആ മകൻ്റെ സ്നേഹമായി അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്നതിനും പ്രിയ മാതാവിന് സാധിച്ചു എന്ന കാര്യം ഞാനിപ്പോൾ സന്തോഷത്തോടെ ഓർക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രിയ മാതാവിൻ്റെ ശിക്ഷണത്തിൽ വളർന്നുകൊണ്ടായിരിക്കാം ബെന്നിയും പല മാതാവിൻ്റെ ക്വാളിറ്റി ഞാൻ ബെന്നിയിൽ കണ്ടിട്ടുണ്ട്. മിതമായ സംഭാഷണം, ചെറിയ ചിരി, ഏത് പ്രതികൂല സാഹചര്യത്തെയും നിർഭയത്തോടെ നേരിടാനുള്ള അചഞ്ചലമായ ദൈവവിശ്വാസം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബെന്നി ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇതിന് പ്രതിവിധിയായിട്ട് വേണം ഇന്ത്യയിൽ പോയാൽ ഡോണറിനെ കിട്ടും, ഈ അവസ്ഥ മാറിയെടുക്കാൻ പറ്റും. എന്നാൽ അങ്ങനെ അവിടുത്തെ ഒരു നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ട് എനിക്കിതിൻ്റെ ആവശ്യമില്ല, ഞാനിവിടെ ഫയൽ ചെയ്യുന്നുണ്ട്, എനിക്ക് എന്ന് ഇവിടെ കിട്ടുന്ന അന്നും മതി, എൻ്റെ ദൈവം തരുന്ന അനുസരിച്ച് മതി എന്നുള്ള തീരുമാനത്തോടെ തൻ്റെ മൂല്യം ചോർന്നു പോകാതെ മുമ്പോട്ട് പോകാൻ വലിയ സാധിച്ചത് പ്രിയ മാതാവ് ശിക്ഷണത്തിൽ വളർന്നുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. തനിക്ക് ആദ്യകാലമുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മുമ്പോട്ട് പോയ എല്ലാ ജീവിതവും എല്ലാം നോർമലായിരുന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തൻ്റെ മകൻ അനുഭവിച്ച ശാരീരിക ക്ലേശങ്ങൾ, അതിനേക്കാളും ഉപരി കഴിഞ്ഞ വർഷം ഉണ്ടായ ആക്സിഡന്റിൽ ഇതെല്ലാം ഉണ്ടായപ്പോഴേ പ്രിയ മാതാവ് പിന്നെ സംശയിച്ച് കാണും ചിലപ്പോൾ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു. എന്നാൽ വലിയവനായ ദൈവം ഈ മാതാവ് ഈ ലോകത്ത് എടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ തൻ്റെ മകന് ആ ആക്സിഡന്റ് പൂർണ്ണമായ വിടുതൽ നേടുന്നതിനും എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതിനും ഒരു ഡോണർ ലഭിച്ച് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നതിനും അതിന് ആ ഒരു രോഗാവസ്ഥനും ഒരു വിടുതൽ നേടിക്കൊണ്ടിരിക്കുന്ന കാണുന്നതിനും നമുക്ക് സാധിച്ചത് ഈ പ്രിയ മാതാവിന് തീർച്ചയായും ഈ ലോകത്ത് കടന്നു പോയപ്പോൾ സന്തോഷത്തോടെ പോകാൻ സാധിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഈ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ എങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നു, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിത ചുറ്റുപാടുകൾ നമ്മൾ എങ്ങനെ അവരെ വാർത്തെടുക്കുന്നു, തീർച്ചയായും നമ്മൾ കാണിച്ചു കൊടുത്ത മാതൃകയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ അടുത്ത തലമുറയും മുമ്പോട്ട് കൊണ്ടുവെക്കാൻ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഈ മാതാവ് നടത്തി ഈ കാണിച്ചു തന്ന ഈ നല്ല മാതൃക പിന്തുടരാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതിന് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഞാൻ അതിൻ്റെ തലമുറയോട് ആവശ്യപ്പെടുകയാണ്. അക്ഷമരായ അതൃപ്തരായ ഒരു തലമുറയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അവരെ യഥാർത്ഥ ശിക്ഷണത്തിൽ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ട് വരാൻ നമുക്ക് സാധിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലെ ഒരു പ്രശസ്ത നോവലിസ്റ്റും കലാകാരനും സാഹിത്യകാരനും ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമായിരുന്ന മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്. Death is not extinguishing the light, it is putting out the lamp because the dawn has come. ഇതിൽ അക്രൈസ്തവനാണ് പറഞ്ഞതെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് തീർച്ചയായും യാഥാർത്ഥ്യമായ കാര്യമാണ്. മരണം എന്ന് പറയുന്നത് ഒരു വിളക്ക് കെട്ടുപോയി അന്ധകാരത്തിൽ നമ്മളെ തള്ളിവിടുന്ന അവസ്ഥയല്ല, മറിച്ച് ഈ വിളക്കിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ പ്രവേശിക്കുന്നത് ഒരു നിത്യമായ ഉദയത്തിലേക്കാണ്, ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്കാണ്. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തു എന്ന വെളിച്ചം, ആ വെളിച്ചത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെ രാത്രിയില്ല, പകലില്ല, അവിടെ വെളിച്ചത്തിന്റെ ആവശ്യമില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ പ്രിയ മാതാവ് കടന്നു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് കടന്നുപോയി മാതാവിന് നമുക്ക് നാളെ സന്തോഷത്തോടെ യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളേവരും ഈ താൽക്കാലികമായ വേർപാടിൽ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ നാളെ നമ്മളും ഈ ഒരു അവസ്ഥയിൽ പ്രവേശിക്കുമ്പോൾ ക്രിസ്തു ആ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഈ അവസരത്തിൽ ദുഃഖാർത്ഥരായ ബെന്നിയൻ ഫാമിലിയോടും ബെക്സിയൻ ഫാമിലിയോടും മറ്റ് കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും CSI സീപോർട്ട് ഇടവകയുടെ പേരിലും ബോർഡ് ഓഫ് ട്രസ്റ്റിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള അനുശോചനം അറിയിക്കട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ നിറയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്ത പാട്ട് പാടുമ്പോൾ അവസരമായത് അതിൻ്റെ ശേഷം യൂത്ത് ഫെലോഷിപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് കടന്നു വരുന്ന മിസ്റ്റർ ക്രിസ്തുവിനെ, കുടുംബത്തിൽ നിന്ന് മിസ്റ്റർ അലക്സാണ്ടർ ഷാൻഡിയെ കൊണ്ട് ക്ഷണിക്കും. Song in Malayalam, lyrics 237, 237 ക്രിസ്തീയ ഗീതം. യെരൂശലേം നിൻ വഴിയിലെ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേറും എപ്പോഴിഞ്ഞൊഴിയും. ധരണിയിലെ പാടും കേറും എപ്പോഴിഞ്ഞൊഴിയും. ഭക്തരിൻ ഭാഗ്യഫലമേ പരിമളസകം നീയേ. ദുഃഖം വിചാരം പ്രയത്നം നിങ്കരങ്ങളിലേ. ദുഃഖം വിചാരം പ്രയത്നം നിങ്കരങ്ങളിലേ. Good evening. Benny, Uncle, Sheila, Andy, Ruben, Betsy, Andy, and family, the extended family, that's our SOMG, to everyone here. On behalf of the youth, I just want to take a few minutes to speak on MG. As many of you know, Ruben is a very active member of our youth. Benny, Uncle, and Sheila, Andy also, they're constant presences at
a lot of our youth sporting events because that's what Ruben did all the time. And many of us have had the experience, even though it might have been the quiet experience of meeting Amici, speaking to Amici. Personally, I have known Amici as the watchkeeper of the Itticheria household. For those of you that haven't been to their house, they live in the second floor apartment, and they have a window in their living room which faces the street. And I don't think I'll ever be able to erase from my mind, as many of the people that have spoken have already said, just the image of Amici always sitting there, just looking out the window. Whenever I'd go to pick up Ruben for church things or just to go out, I never had to really text Ruben that I was outside. I would pull up, Amici would see my car, recognize that this troublemaker has come to take her grandson, and then I would just look and I'd see her turn, and then that would be her letting Ruben know that I was outside, and I could just count on in the next few seconds Ruben coming, charging down the steps. And whenever I dropped him back, Ruben was the only one of us that never had to carry house keys. He would walk up to his house, Amici would be there by the window, diligently waiting. He would look up, and then a few seconds later you'd see something drop out of the window, and it would be the house keys to their house. This fed the irresponsible habit of never carrying house keys, and we would like to watch and see whenever Ruben was able to catch it. And so for a long time, this is how I knew Amici. It was Ruben's Amici, no real personal connection. And I remember there came a point where I was like, this is my friend's Amici, I should get to know her. She'd always give us snacks when we were over, and then, other than after maybe yelling at Ruben to make us more comfy, she would just leave us be. So I never really spoke to her. As people said, she was quiet, and I was intimidated by people and quietness. And then I learned that it wasn't that Amici was shy, it was just that, unlike many of us, she didn't really always care to be speaking. She'd just say what needed to be said, ask what needed to be asked, and those few questions, those few words were always sincere. And if you did ask questions back, if you took the time, she'd have a lot of stories to tell back. She'd have a lot of questions to ask. She'd ask about my family, about my parents, about my sister, and they would always be quick conversations, but again, they would be heartfelt. And for someone like me who has the trouble of keeping conversation, this was perfect. And even though it seemed like Amici didn't know us, she apparently knew all of us. The other day, we were just reflecting about Amici, and Ruben mentioned that she knew all of our names, all of Ruben's friends' names. And Ruben emphasized maybe not our parents' names, but she knew ours. And that kind of struck me pretty hard, just because one, that was a surprise that she knew our names so well, and just the extent of her love, that she took the time and just the effort to know the friends' names, the names of the friends of her grandson. Maybe not all the people her age, maybe not the friends of her son of Benny Uncle, but her grandson's friends, and that meant a lot. And this love, this quiet attitude, this habit of speaking wisely, though I had limited interactions with Amici to experience this, I have experienced it time and time again with Benny Uncle and with Sheila Auntie. Uncle and Auntie's commitment to always driving Amici to church I always see it as such a blessing, because I know how hard it is to always make sure that, you have everyone ready and to bring them with you. And I know it's definitely something that Amici appreciated, that she was able to come to church so diligently every Sunday. And of course, Benny Uncle may seem quiet, but he always has stories to tell if you just take the time to ask and to listen. And, just like some of the stories that we hear from Amici, most of them were about Ruben shenanigans, and they're very entertaining stories. So even though the interactions with Amici were limited, we were able to experience Amici through Benny Uncle, through Sheila Auntie. And I just want to say that as hard as this season is, this season of mourning, of losing an amazing mother, of losing an amazing grandmother, in the season of her life in which you, the family, were able to spend every moment with her, especially the final moments with her, and to take care of her. In that season, Amici has planted her seeds of character and of love in the entire family. And so, even though I will definitely miss pulling up to the house,
and looking up to see Amachi at the window. I know her spirit still resides in the household and with the family, and I praise God for that. So again, on behalf of the youth, we offer our sincerest condolences to the entire family, and just the promise that we will be here to lean on until the next season comes. Thank you. In a couple minutes. Respect relatives, loving brother with me. Visiting Laja, Sheila, Ruben, Jimmy Boy, friends and family. I am Alexander Jani, Benny's brother. I know how loving mommy since the late 80s. She was the second mother to me. She used to find happiness in baking, cooking, table, like my niece says. Of course, we call Mary Taylor. On seaports, Brusukia and the Chitu, things. So, she was a quality smart and had a lot of patience. I left India my youth age, and I had my wildlife. When Amaji came in, I was demanding snacks 7 days a week, good breakfast Sunday morning, good dinner. Amachi never said, she never. She always said, West End if you born, that's what she asked. She put up with me large hiding house, I guess. She never said. Till now, when I pass by LA, in our diabetes, then mommy never asked, Shadi, Kalpin. Mommy just wait with it, then they will with it, and she know all this stuff. So, sea forest, Amachi's favorite stuff was pineapple cake, carrot cake, and we all tasted Amachi's diamond cut with the full of sugar corn. We used to celebrate our birthday every year together. Now I don't know. Who is going to take the cut with me? And he used to pour the ginger ale in the cups. And I used to joke with Amachi. This is wine. Amachi knows that this is not wine. Mommy, cheers for the ginger ale. You will be greatly missed. Thank you all for us. Now I would invite the Council Secretary of the Council of CSI Congregation in North America, Mr. Matthew Joshua. There is
nothing more certain than death, and nothing more unsure than life. പ്രിയ വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാത്തരായ കുടുംബാംഗങ്ങളെ, വിശുദ്ധ വേദപുസ്തകം മനുഷ്യ ജീവിതത്തെ ഒരു കൂടാരത്തോടാണ് ഉപമിക്കുന്നത്. ഇപ്രകാരം ഒരു കൂടാരത്തോട് ഉപമിക്കാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട്. മറ്റൊന്നുമല്ല, നാം ഒരു കൂടാരമായിരിക്കുമ്പോൾ എങ്ങനെയായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ പോർസും അതിൻ്റെ റൂഫും ഒക്കെ വീക്കാവാനായിട്ട് തുടങ്ങും. അതിൻ്റെ ബലം ക്ഷയിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ബലം ക്ഷയിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അതിനെക്കാട്ടിലും ബലമുള്ള ശക്തിയുള്ള ഒരു വാസസ്ഥലത്തേക്ക് മാറുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് മനുഷ്യൻ ഈ ലോകത്ത് നിന്നും മാറ്റപ്പെടുക എന്നുള്ളത്. അത് മാത്രമല്ല, ഒരു കൂടാരത്തിൽ നമ്മൾ എപ്പോഴും വസിക്കുമ്പോൾ ആ വാസസ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ. ഒരു കൂടാരത്തിൽ ഒരു മനുഷ്യനും ഒരിക്കലും സ്ഥിരമായിട്ട് താമസിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ ഒരു സംസ്കാര രീതി അനുസരിച്ച് പോലും നമുക്കറിയാം. ഇവിടെ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന യങ്സ്റ്റേഴ്സിനൊക്കെ അറിയാം, നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോഴും that will be only a temporary place. After staying or after doing a camping for 3-4 days, നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും എൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് എനിക്ക് തിരികെ പോയാൽ മതിയാണ്. നമ്മൾ അങ്ങോട്ട് ക്യാമ്പിങ്ങിന് പോകുന്നതിൻ്റെ ആ ഒരു ഉത്സാഹം തിരിച്ച് 2 ദിവസം കഴിയുമ്പോൾ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങാനാണ് അതിലും വലിയ ഉത്സാഹം നമ്മൾ പലപ്പോഴും കാണുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നിന്നും മനുഷ്യൻ മാറ്റപ്പെടുമ്പോൾ ഇപ്രകാരം ഒരു അനുഭവത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. ഇതിനു മുൻപ് പ്രസംഗിച്ച എൻ്റെ പ്രിയ സഹോദരങ്ങൾ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പ്രിയ അമ്മച്ചിക്ക് ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത 2-3 ഗുണങ്ങൾ ഞാൻ കണ്ടിരുന്നു. ഒന്ന്, സഹനശക്തി. എന്തിനേയും ധൈര്യസമേതം നേരിടുവാനുള്ള ആ ഒരു വലിയ മനസ്സ്. 2, ഞാൻ എപ്പോഴും ആഗ്രഹിക്കും, ഇന്നത്തെ ഒരു സമൂഹമൊക്കെ എന്ന് പറയുന്നത് നാം ഒന്ന് ചെയ്താൽ അതിൻ്റെ 2 ഇരട്ടി അതിൻ്റെ ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അക്നോളജ്മെന്റ് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. എന്നാൽ അതൊന്നും ആഗ്രഹിക്കാതെ വളരെ ശാന്തതയോടുകൂടി വളരെ മൗനമായിട്ട് ചെയ്യുന്ന ഒന്നിനും തന്നെ യാതൊരു അക്നോളജ്മെന്റും പ്രതീക്ഷിക്കുന്നില്ല എന്നൊരു മനസ്സോടുകൂടി ചെയ്തിരുന്ന ഒരു പ്രിയ മാതാവായിരുന്നു. ഞാൻ പറയും, തീർച്ചയായിട്ടും ഇറ്റിച്ചെറിയയുടെ ഈ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞു, വളരെ ശാന്തമായിട്ട് എല്ലാ കാര്യങ്ങളെയും ഫേസ് ചെയ്യുകയും ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബെന്നി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ബെന്നിക്ക് ആ ഒരു ഓറിയന്റേഷൻ ലഭിച്ചത് തീർച്ചയായിട്ടും പ്രിയ മാതാവിൽ നിന്നാണ്. അപ്പൊ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും പ്രിയ മാതാവിനാണ് അർഹതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശാന്തയോടുകൂടി എന്തും സഹിക്കാനുള്ള ആ ഒരു മനസ്സ് നമുക്കേവർക്കും ഒരു മാതൃകയാകേണ്ടതാണ്. നാം എന്തിനൊക്കെയോ വേണ്ടി പലപ്പോഴും തത്രപ്പെട്ട് ഓടുമ്പോൾ നമ്മളെ നോക്കുന്ന മറ്റുള്ളവര് ഇപ്രകാരം ഒരു ജീവിത രീതിയാണ് നാം അവലംബിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
വേർപാടിൻ്റെ അവസ്ഥയിലിരിക്കുമ്പോൾ പലപ്പോഴും വാക്കുകൾക്ക് അതീതമാണ്. എനിക്കറിയാം, ബെന്നിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെയും പ്രിയ മാതാവ് ഒരു വലിയ തുണ തന്നെയായിരുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ അവസരത്തിലും നമുക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സഭയായിട്ടും ഒക്കെ പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ്. ഈ ദിവസങ്ങളിലും പ്രിയ അമ്മച്ചി പ്രിയമെച്ച നാട്ടിലേക്ക് കടന്നുപോയെങ്കിലും ഈ ലോകത്തിൽ സൃഷ്ടിക്കുന്ന ആ ഒരു വലിയ വിടവ് പ്രിയ ബെന്നിക്ക് നികത്തുവാൻ പ്രാർത്ഥനയിലൂടെയും നമ്മുടെ സാന്നിധ്യത്തിലൂടെയും കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് the Council of CSI Churches in North America, I would like to extend on behalf of the Council, I would like to extend my deepest condolences to the grieving families. സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് പ്രിയ കുടുംബാംഗങ്ങളെ ഈ ദിവസങ്ങളിൽ നിറയ്ക്കുമാറാകട്ടെ. തുറന്നുള്ള എല്ലാ ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. പ്രത്യേകമായിട്ട് ഈ രണ്ട് കുടുംബങ്ങളെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ആശ്വാസവചനം നൽകിയ മിസ്റ്റർ ക്രിസ്മൻ, മിസ്റ്റർ തോമസ് ജെ പൈക്കർ, മിസ്റ്റർ മാത്യു ജോഷുവ, മിസ് ക്രിസ്റ്റീന തോമസ്, മിസ്റ്റർ അലക്സാണ്ടർ ചാൻഡി എന്നിവരോട് പ്രത്യേക നന്ദി സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. Now I would invite the grandson of our beloved Mary Itticheria, Mr. Ruben, please come. I'm very my nose. I'm very for my mind. She always told me that I never had to talk in public if I never wanted to. I was never forced to. She never forced me to do anything I didn't want to do. But today when Abba asked me, I thought I had to do it. I didn't want for my life for Amachi. When we were in this flushing, Amachi was picking me up every single day. And at the corner of our apartment there was a deli. And every single day Amachi would buy me Ferrero Rocher, Gushers, and fruit roll. But I wouldn't eat it right away. I would get home and at every 3 p.m. she would make me mac and cheese with quinoa, a sprinkle of ketchup, and some soy sauce every single day. And when we moved to Douglaston, Amachi found me another deli every single day, the same 3 snacks, and the same my favorite meal. When we started 8th grade, I realized that I don't have to eat school food anymore. I can go home and eat Amachi's food. I was like Amachi's guinea pig. She made food. I would try all of them. From blueberry, strawberry muffin, diamond cuts, and fruitcake.
fruitcake. But right now I want some. As Chris said, every time someone would come pick me up, I would be at the window and then she would turn to me. And right after she turned, she told me all the cards here. But then she would take two more things: taco and money. And I'll say, am I normal way? I'll say, yeah, I have it. And I'll leave. And then when I came back, Auntie knew I didn't have a taco. I knew I didn't have a taco. So I would look at her, and I would walk, put my hand up, and she knew what to do. She stuck her hand up and flung the key at me. And to this day, I never caught that key. I'm just on a ring streak, 20 years. Back in the day, the number one thing everyone wanted to have their pants as close to the ground as possible. And we have so many holes, and I wanted that. But every day I got home, Mom, she had a royal Danish cookie bin. Not with cookies, but with all sewing kits. And the next morning you got ready? The jeans was brand new. Again, I didn't want that. But she was my personal tailor, my first tailor. Every single day she do it for me. He's my first tailor. He's my gatekeeper. I'm a professional chef. My uchi. I'm sorry. അടുത്ത പാട്ടുപാടും മൃതദേഹം കാണാനുള്ള അവസരം അതിനുശേഷം സീരിയസായ സഭയുടെ ആരാധന ഇവിടെ ആരംഭിക്കുന്നതാണ്. From the Gifts of Faith, let's sing number 75. Gifts of Faith, number 75. Abide with me, let both me even die. The darkness deepens, Lord, with me abide. With
എനിക്കായി തരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, നിത്യനും ചേർന്നയുള്ളവനും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനുമായി ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അവിടുത്തെ കൃപയാലും കരുണയാലും സന്ധ്യകൾക്ക് സമയത്ത് വിശുദ്ധാലയത്തിൽ ഞങ്ങളുടെ പ്രിയമശിയുടെ മൃതശരീരത്തിനടുത്ത് നിന്നുകൊണ്ട് കഴിഞ്ഞ ദീർഘവർഷങ്ങൾ പ്രിയമാതാവിനെ വിവിധങ്ങളായ ജീവിത സാഹചര്യങ്ങളിലൂടെ നടത്തുകയും കാത്തു സൂക്ഷിക്കുകയും കർത്താവെ അന്ത്യം വരെയും വിശ്വസ്തയായി ജീവിപ്പാൻ തക്കവണ്ണം അവിടുത്തെ കൃപ നൽകി സഹായിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ വിവിധങ്ങളായ ജീവിതത്തിന്റെ പരിമിതികളുടെ സാഹചര്യങ്ങളിൽ മാറ്റമില്ലാത്തവനായ കർത്താവിനെ അനുഭവിച്ചറിയുവാനും സാക്ഷ്യത്തോടെ ജീവിപ്പാനും പ്രിയമാതാവിനെ അടുത്ത് സഹായിച്ചവരാൻ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. സാക്ഷ്യമുള്ളവളായി തലമുറകൾക്ക് അനുഗ്രഹമായി സഭയ്ക്ക് അനുഗ്രഹമായി സമൂഹത്തിന് അനുഗ്രഹമായി ജീവിക്കാൻ സഹായിച്ചുവല്ലോ. ശക്തീകരിച്ച് തിരുകൃപയിൽ നിറച്ച കർത്താവെ, അവിടുത്തെ സന്നിധിയിലേക്ക് അവിടുത്തെ മടങ്ങി വിളിച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ഭക്തന്മാരുടെ മരണം അവിടത്തേക്ക് വളരെ വിലയേറിയതെന്ന് കർത്താവയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. അവിടുത്തെ കർത്താവെ പോയിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാനാകുന്നുവെന്നും അവിടുത്തെ വചനം ഓർപ്പിക്കുകയും കർത്താവെ അനേകവിധമായ വാസസ്ഥലങ്ങളെ ഒരുക്കി അവിടുന്ന് കാത്തിരിക്കുന്നു ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നുവല്ലോ. കർത്താവ് പ്രത്യാശയുടെ വിശ്വാസത്തോടുകൂടെ കർത്താവെ അപേക്ഷിക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യുവാൻ അവിടുത്തെ സഹായം ജീവിതത്തിന്റെ നാളുകളൊക്കെ അവിടുത്തെ കൂടെ ഇരുന്നുവല്ലോ. കർത്താവെ ബലിജാനായിട്ട് അമ്മമ്മയ്ക്കായിട്ട് റുഗ്നാടികളായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. കർത്താവെ അവരുടെ വേദനയും പ്രയാസവും കർത്താവ് അറിയുന്നുവല്ലോ. എന്നാൽ കർത്താവെ സകല ബുദ്ധിയും ദൈവസമാധാനം ആശ്വസിപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ബെത്സിമാമേശാനിമാരെയും പ്രാർത്ഥനകൾ ഓർക്കുന്നു. തിരുക്കൃപയിൽ അവരെയും നിറയ്ക്കണമേ, സഹായിക്കണമേ. മറ്റു പ്രിയപ്പെട്ടവരായിട്ട് കർത്താവെ ദുഃഖാത്തിലായിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ ശക്തീകരിക്കണമേ, സഹായിക്കണമേ. സഭ്യാദികൾ അവിടുത്തെ കരങ്ങളിൽ ഓരോരുത്തരെയും താഴ്ച സമർപ്പിക്കുന്നു. ഓരോ പ്രിയപ്പെട്ടവരുടെയും വേദന ഞങ്ങൾക്ക് വേർപാട് ഞങ്ങൾക്ക് വളരെ വേദന ഉളവാക്കുന്നു. കർത്താവെ അങ്ങയിലേക്ക് പ്രിയപ്പെട്ടവർ വാങ്ങിപ്പോകുമ്പോൾ ഞങ്ങളും സാക്ഷ്യത്തോടെ ജീവിക്കാൻ തക്കവണ്ണമുള്ള നല്ല ആലോചന അവിടെ ഞങ്ങൾക്ക് പകർന്നു നൽകുന്ന അവസരങ്ങളെ അതിനെ മാറ്റുന്നതിനായും സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷയിൽ കർത്താവെ സാക്ഷ്യത്തോടും വിശ്വാസത്തോടും പങ്കെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുകൃപയിൽ നിറയ്ക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടവരാൻ മടങ്ങി പോകാനും സഹായിച്ച് ശക്തീകരിക്കണമെന്ന് ക്രിസ്തുവേശ്വരൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തോ വിശ്വസിക്കുവേൻ, എന്നിലും വിശ്വസിക്കുവേൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഒരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശം ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോദനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട്
Holy God, Lord of life and death, you made us in your image and hold us in your care. O Lord, before whom generations rise and pass away, we praise you for all your servants who, having lived this life in faith, now live eventually with you. Especially we thank you for your servant Anadia Amachi, for the gift she had and the life she had, and for the love and mercy she received from you and gave to us. We praise you for all in her that was good, kind and faithful, for the grace you gave her, to kindle her the love of your dear name and enable her to save you faithfully. Amen. കരുണയുടെ പിതാവും സകലാശ്വാസത്തിന്റെ ദൈവമുള്ളവേ, പുനരുത്ഥാനം ജീവിതമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവേ, അവനിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നവനിൽ വിശ്വസിക്കുന്ന ആരും എന്നേക്കുമായി മരിക്കുകയുമില്ലല്ലോ. അവനിൽ നിദ്രകൊള്ളുന്നവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുതെന്ന് നിന്റെ വിശുദ്ധ അപ്പോസ്തലനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിപ്പിച്ചുവല്ലോ. നിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലും ഞങ്ങളുടെ ഈ മേരി സക്രിയ അമ്മച്ചി പാപവും പരീക്ഷയുമുള്ള ലോകത്തിൽ നിന്ന് വിളിക്കുവാൻ തിരുമനസ്സായിരിക്കൊണ്ട് ഞങ്ങൾ നിനക്ക് മനഃപൂർവമായുള്ള സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസിയെ വഴിപാട് മൂലം ദുഃഖത്തിലിരിക്കുന്ന മക്കളെ കടാക്ഷിച്ച് അവരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. നിത്യ പ്രത്യാശയുടെ ഉറവിടമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച നിന്റെ പ്രിയപുത്രന്റെ ക്രൂശിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന നിന്റെ അതിശയകരമായ സ്നേഹത്തെ കുറിച്ചുള്ള ആഴമേറിയ ബോധം ഞങ്ങൾക്ക് നൽകണമേ. അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനത്താൽ സമ്പാദിതമായ ഭാഗ്യകരമായ പ്രത്യാശയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. സകലവും നന്നായി ചെയ്യുന്നതിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലുമുള്ള വിശ്വാസത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നവൻ നീയാകുന്നു, ഞങ്ങളിൽ നിന്ന് അവയെ എടുക്കുന്നവൻ നീയാകുന്നു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ പറയുവാൻ നിന്റെ മക്കൾക്ക് സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. We thank you that for Mrs. Mary Itticheria death is past and pain ended, that now Mary Itticheria enter the joy you have prepared through Jesus Christ, who died and rose from the grave to free us from every evil and give us life eternal. Grant that when our time on earth is ended, we may be united with all the saints in the joy of eternal home, with all the people who are here, with the departed soul, Mrs. Mary Itticheria, through Jesus Christ our Lord. Amen. Almighty God, source of all mercy and giver of comfort, deal graciously with those who mourn, that casting all their sorrow on you, they may know the consolation of your love through your Son and our Lord and Savior, Jesus Christ. Amen. Let us receive the benediction. Now may the God in endless mercy bring the whole church, the living and the departed, to a joyful resurrection in the fulfillment of the eternal kingdom. And all the people who are gathered over here, especially with Mr. Benny Itticheria and with his family, with Mrs. Betsy
Mama and her family, with tomorrow's service, now and forevermore. Amen. Now I call upon Mr. Benny Itticheria to please give the vote of thanks. Please. ബഹുമാനപ്പെട്ട വൈദികരെ, ഇവിടെ കൂടിയിരുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് ബെന്നി ഇറ്റിച്ചെറിയ, ജന്മജന്മനാണ്. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നതിന് മുമ്പ് ഞാൻ അറിയുന്ന മേൽക്കുട്ടിയെക്കുറിച്ച് 2 വാക്ക് പറയട്ടെ. കഴിഞ്ഞ 49 വർഷമായിട്ട് എൻ്റെ സഹോദരി ജെക്സിയുടെയും എൻ്റെയും പപ്പായും മമ്മിയും എല്ലാം ഒരാഴ്ച എത്ര സ്ഥലത്ത് ജീവിക്കാമോ അതിനുള്ള ഒരു ഉദാഹരണമാണ് അതൊക്കെ. 6 വയസ്സ് ഒരു സിംഗിൾ, ബാല്യകാലത്ത് ഇരുമ്പുകയും പിന്നെ നിലമ്പൂർ, സ്കൂളിൽ തിരുവല്ലായിരുന്നു. അത് കഴിഞ്ഞ് 14 വർഷം എൻ്റെ പപ്പായോടൊപ്പം ഗുജറാത്ത്, പിന്നെ എൻ്റെ സഹോദരി ലാൽച്ചാനോടെ ഹ്യൂസ്റ്റൺ, പിന്നെ കഴിഞ്ഞ 27 വർഷമായിട്ട് എൻ്റെ കൂടെ. സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സന്തോഷത്തിൽ ഒരുപാട് സന്തോഷിക്കാതെയും ദുഃഖത്തിൽ ഒരുപാട് ദുഃഖിക്കാതെയും ഒരു ബാലൻസ് ലൈഫാണ് എപ്പോഴും. ഞങ്ങൾ വളർന്ന പ്രായത്തിൽ എനിക്കും ബെക്സിക്കും ഒരുപാട് നല്ല ഉപദേശങ്ങളൊക്കെ തന്ന ഒരമ്മയായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ കാര്യം പറയാൻ വേണ്ട, എന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴും അതിന് വള്ളിക്കൊടുത്ത് പോയിച്ച് വരുമ്പോഴും വിവിധമായ പലഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ മറ്റു ഹോബി എന്ന് വെച്ചാൽ തയ്യൽ. അത് ചെറുപ്പത്തിനെ മുതൽ ഒരു ശീലമാണ്. ആകെ ജീവിതത്തിൽ വേണം, എന്നോട് വേണമെന്ന് പറഞ്ഞ ഒരു കാര്യമുള്ളൂ. പുതിയ പുതിയ മെഷീനുകൾ കാണുമ്പോൾ മെഷീൻ വാങ്ങിക്കോളും. അങ്ങനെ ഒരു നീണ്ട നിലയുള്ള മെഷീൻ തന്നെ വീട്ടിലിപ്പോൾ. പിന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു എല്ലാ കാര്യവും. പഠിച്ച സ്കൂളിൻ്റെ പ്രത്യേകതയായിരിക്കാം, ഉള്ള തുണികളെല്ലാം എഴുതി വെക്കും, മേജിൽ നിന്ന് തന്നെ തയ്ച്ചു വെക്കുക. ആരും വേറെ അപ്പുറത്തിൽ മാറിപ്പോകാൻ ആരും വീട്ടിലില്ല, എന്നാലും അങ്ങനെ ശീലമാണ്. ചെറുപ്പം മുതൽ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾക്ക് പ്രതികൂലമായിട്ട് എൻ്റെ മമ്മിയെ നോക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എൻ്റെ പ്രതികരിച്ചു. എൻ്റെ പ്രതികൂല സാഹചര്യത്തിൽ എനിക്ക് കഴിയാതെ തോന്നിയില്ല. ഉണ്ടാക്കിയില്ല. അവസാന നിമിഷം വരെ അവസാനത്തെ ഭക്ഷണം കോരി കൊടുക്കാനുള്ള ഭാഗ്യമില്ല. കഴിഞ്ഞ 13 മാസമായിട്ട് എന്നെ ജോലിക്ക് പോകാതെ വീട്ടിലെ ഇരുത്തിൻ്റെ ഉദ്ദേശം എനിക്കിപ്പോഴാണ് കിട്ടിയിട്ട് ഞാൻ മൈസൂർ സൂക്ഷിക്കാനാണ്. എന്നും വയ്യാതായി കഴിഞ്ഞാൽ പിന്നെ എന്നും രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കോളും. അത് പറയുമ്പോൾ അതിനകത്ത് നല്ല കഷ്ണം നോക്കി എനിക്ക് തരും. പിന്നെ പറയുകയാണെങ്കിൽ മരുമകനെ ലാലിച്ചാനും മരുമകളായ ശീലയും സ്വന്തം മക്കളെ പോലെ കരുതിയത് ആളാണ്. ഒരിക്കലും വീട്ടിൽ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് എൻ്റെ ഈ ആയുസിൽ പുള്ളിനെ ഒരിക്കലും ഉപയോഗിക്കും. എനിക്ക് എൻ്റെ മമ്മിയോട് നന്ദി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ. എന്തും ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും പ്രായമായി കഴിഞ്ഞു 5 വയസ്സാകുമ്പോൾ പള്ളിക്കൂട്ടിൽ വരുമ്പോഴും
57 വയസ്സാകും ജോലി കഴിഞ്ഞ് വരുമ്പോഴും ആ ജനലിന് പുറകിൽ ആ കർട്ടന് പുറകിൽ എനിക്ക് വേണ്ടി നിൽക്കാം. ഞാൻ ഒരിക്കലും ലോഡ് തുറക്കേണ്ട ആവശ്യമില്ല. ഡോർ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടു. ഞാൻ പണ്ട് ഓർക്കുന്ന ഒരു കഥയാണ്. കഥയല്ല, ഈ അമ്മയ്ക്ക് കണക്ക് നല്ല പിടിയായിരുന്നു. ഞാൻ കൊച്ചു ക്ലാസ്സിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും ഈ റേഷ്യോ വെച്ചൊരു കണക്ക്. അച്ഛൻ്റെ വയസ്സ് ഇത്ര, മോൻ്റെ വയസ്സിനേക്കാൾ 4 ഇരട്ടി കൂടുതലാണ്, അമ്മയുടെ വയസ്സിന് 5 വയസ്സ് കുറവാണ് എന്നൊക്കെ പറഞ്ഞൊരു കണക്ക്. ആ കണക്ക് പഠിച്ച് ഉത്തരം കിട്ടിയപ്പോഴും എനിക്കൊരു അടി കിട്ടി. അങ്ങനെ എനിക്ക് മനസ്സിലായി എന്നാ കാര്യം. നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ? കോമൺ സെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും എനിക്ക് മനസ്സിലായി. പിന്നെ ഇപ്പോഴായിരിക്കും മനസ്സിലായത് മകൻ്റെ പ്രായം അപ്പൻ്റെ പ്രായത്തിനാണ് കൂടുതലാണ് എൻ്റെ കണക്ക്. കാരണം റേഷ്യോ എടുക്കുമ്പോൾ മണ്ടയ്ക്കും താഴെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും തിരിഞ്ഞു പോയെങ്കിൽ എൻ്റെ കണക്ക് കുറിച്ച്. പിന്നെ നാട്ടിൽ വെച്ച് അന്നേരം ഞാൻ പണ്ട് കളിക്കുന്ന കാലത്തൊക്കെ ആണെങ്കിൽ മിഡിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് ജേഴ്സിയൊക്കെ ഒന്നൊന്നും വാങ്ങിക്കാനുള്ള കാശോ അതിനുള്ള അവസരങ്ങളോ ഒരു പ്രിന്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളോ ഒന്നും ഇല്ലായിരുന്ന കാലത്ത് ഞങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ചു. അന്ന് തുണിയെ പെയിന്റ് ചെയ്യുന്നൊരു പരിപാടി. അപ്പം അന്ന് പറയുന്നു ഇനി കൊണ്ടുവന്ന് അത് ഈ കളർ പ്രിന്റ് ചെയ്യുന്ന പോലെ തന്നെ പെയിന്റ് ചെയ്തു കൈത്തറി. അങ്ങനെ പറയാനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ എൻ്റെ കർത്തവ്യത്തെ കണ്ടിട്ട് ഞങ്ങളുടെ സ്വകാര്യ ദുഃഖത്തിൽ വാക്കുകൊണ്ടും ചേഷ്ടകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞങ്ങളെ ആശ്വസിപ്പിച്ച എല്ലാവരോടും നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കട്ടെ. ഹോസ്പിറ്റലിൽ വന്ന് മമ്മിയെ കാണുകയും വീട്ടിലൊന്നിനെ സന്ദർശിക്കുകയും ഞങ്ങളെ സമാധാനിപ്പിക്കുകയും ചെയ്ത എല്ലാവരോടും നന്ദി ഈ സമയം ഞാൻ അറിയിക്കട്ടെ. അടുത്തു നിന്നും ദൂരെയും ഒക്കെയും വന്നിട്ടുള്ളവരോട് എനിക്കറിയാം. അവരോടൊക്കെ നന്ദി ഞാൻ അറിയിക്കട്ടെ ഈ സമയം. ഇവിടെ എത്തിയിരിക്കുന്ന പ്രവണൻ സജീവ് സുഖു അച്ഛനെ എന്നോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കട്ടെ. ആരാധനയ്ക്കൊക്കെ നിലനിൽക്കുന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. പിന്നെ എൻ്റെ ഭാര്യ സുഹൃത്തായ പ്രവണൻ എനിക്കൊരു അദ്ദേഹം പോയി, അദ്ദേഹത്തിനുള്ള നന്ദി സമയം അറിയിക്കട്ടെ. പിന്നെ ഇവിടെ എത്തിയ പ്രവണൻ മാത്യു റീസേഴ്സിനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കട്ടെ. പിന്നെ പറയാനുള്ളത് ഈ ഇടവകയിലെ വികാരി റോബിൻ മാത്യു അച്ഛനാണ്. മമ്മി അസുഖമാണെന്ന് അറിഞ്ഞ മുതൽ ആശുപത്രി 10 ദിവസം ആശുപത്രി കിടന്നു. അച്ഛനൊരു 13 പ്രാവശ്യം വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു ദിവസം 2 പ്രാവശ്യം വരെ ഇടാറുണ്ട്. പാസ്റ്ററൽ കെയർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് ഒരുപാട് സഹായം അച്ഛൻ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അച്ഛനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ എനിക്കില്ലാതെ പോയ സഹോദരങ്ങളെ പോലെ എന്നെ സ്നേഹിക്കുകയും എൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലും നിങ്ങളോട് കൂടിയിരുന്ന ഈ ഇടവകയിലെ ഓരോ അംഗങ്ങളോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. I extend my sincere thanks to Pine Grove Cemetery staff and management. I extend my sincere thanks to Park Funeral Home staff and management. I extend my sincere thanks to Dr. Kabul Singh, who took care of her health needs for the last more than 25 years. കഴിഞ്ഞ 10 ദിവസമായിട്ട് ആശുപത്രിയിൽ വീട്ടിലൊക്കെയും ഞങ്ങളെ വളരെ സഹായിച്ച കണക്കുകര ഫാമിലിയോട് തങ്കച്ചാനോട് നേരിമാപ്പെട്ട നന്ദി പ്രത്യേകം ഞങ്ങൾ അറിയിക്കും. അവസാന നിമിഷം വരെ അവിടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ നാളത്തേക്കുള്ള ക്രമീകരണമൊക്കെയും ചെയ്ത ഷാജി, എൻ്റെ ബ്രദറിലോ, കോബ്രതനുസാരുള്ള റോയ് പൊന്നച്ചൻ ഫാമിലി അവരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കട്ടെ. പിന്നെ പ്രത്യേകമായിട്ട് നന്ദി പറയേണ്ട ഒരാളുണ്ട്, എൻ്റെ ഭാര്യയുടെ സഹോദരി ലൈല. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് മമ്മിക്ക് വയ്യാതായപ്പോഴും
മമ്മിക്കെന്നും ഒരു തുണയായിട്ട് എല്ലാ ദിവസവും വന്ന് മമ്മി ശുശ്രൂഷകളായിരുന്നു. ഒരമ്മയേക്കാൾ കൂടുതൽ സ്നേഹിച്ചു. രാവിലെ നിന്ന് നോക്കിയിരിക്കും. ബാക്കിയുള്ളവർക്ക് ജോലി പോയിക്കുമ്പോൾ എന്നോട് കഥ അടക്കല്ല, എല്ലാവരും പോയി. എല്ലാവരോട് നന്ദി പ്രത്യേകം അറിയിക്കും. ഇന്നത്തെ ഒബിച്വറി ഒക്കെ തയ്യാറാക്കുകയും അതിനോട് സഹായിച്ച ജോഫ്രി ആൻഡ് സ്റ്റൂ പായ്ക്കായിട്ടുള്ള നന്ദി പ്രത്യേകം അറിയിക്കും. പിന്നെ ഇവിടെ അനുശോചനം അറിയിച്ച രാജു ജോൺ, കെ.ഐ. ജോർജ്, ജോർജ് മേനൽ, തോമസ് ജേക്കബ്, ജേക്കബ് ജോർജ്, ഷൈൻ വർഗീസ്, ക്രിസ്മൻ, കെ.സി. ഇറ്റിച്ചേര, തോമസ് ജെ പായ്ക്കാട്, മാത്യു ജോഷുവ എന്നുള്ള നന്ദി അറിയിക്കട്ടെ. ഒരു ഫാമിലിയിൽ നിന്നും നല്ല വാക്കുകൾ പറഞ്ഞ ക്രിസ്റ്റി തോമസ്, അലക്സാണ്ടർ ചാമ്പി അവരോടുള്ള നന്ദി അറിയിക്കട്ടെ. I extend my sincere thanks to our neighbor, Mr. Godwine family and Philip family. Thank for coming. ഒരു പ്രാവശ്യം കൂടെ ഇവിടെ വന്ന എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്നായിട്ടുള്ള എൻ്റെ വാക്കുകൾ എത്തിക്കട്ടെ. താങ്ക് യു. നന്ദി അറിയിക്കും. നന്ദി അറിയിച്ച മിസ്റ്റർ ബെനി ഇറ്റിച്ചേരും ദൈവനന്ദി സമയത്ത് അറിയിക്കുന്നു. അടുത്ത പാട്ട് പാടിന് ശേഷം നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നു. അദ്ദേഹം അവരെ കാണാത്തത് മുമ്പോട്ട് വന്ന് കാണാനുള്ള അവസരം. Hymn number 261 in Malayalam, 261 in Malayalam. Atmava Praise. Oh
ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഹോം പൈൻ സർവീസ് നാളെ ചൊവ്വാഴ്ച ഓഗസ്റ്റ് 20 രാവിലെ 9 മണിക്ക് യാതൊരു തന്നെ നടത്തുന്നു. ബർഡ് സർവീസ്